ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നത്തിങ്ങിൻ്റെ CMF എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടിയിലുള്ള CMF ഫോൺ 1 ഇതിൻ്റെ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CMF ഫോൺ 1ൻ്റെ ചാർജിങ് ടെസ്റ്റും അൺബോക്സിങ്ങും ഒക്കെ നമ്മൾ ചെയ്യേണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ക്യാമറയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഹൈപ്പ് ഉണ്ടാക്കിയൊരു ഫോണാണ്. ആക്ച്വലി ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ തന്നെ പ്രൈസിങ്ങും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. 15,000 to 20,000 പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് ഡിവൈസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രൈമറി 50 മെഗാപിക്സൽ സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. f1.8 അപ്പേച്ചറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്കൊരു ഡെപ്ത് സെൻസർ അല്ലെങ്കിൽ പോർട്രേറ്റ് സെൻസറും കൂടിയും കൊടുത്തിട്ടുണ്ട്. അത്രയും ക്യാമറസ് ഉള്ളൂ. അൾട്രാ വൈഡ് മിസ്സിംഗ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമുക്കൊരു 16 മെഗാപിക്സൽ f2.0 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് നേരിട്ട് ക്യാമറ സാമ്പിൾസ് നോക്കാം, എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ആണ്. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കുമ്പോൾ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, അത്യാവശ്യം നല്ല കളേഴ്സാണ് വരുന്നത്. ഈ സ്കൈ കളേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ ലുക്കിംഗ് ആണ്. ഈ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് നമ്മൾ ക്ലൗഡി കണ്ടീഷൻ എന്നാൽ പോലും നല്ല ഡൈനാമിക് റേഞ്ചും നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു 15,000 to 20,000 പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ട ഒരു ഫോണിൻ്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട്. എന്നാൽ ഡൈനാമിക് റേഞ്ച് ചില സമയത്ത് ചെറിയ രീതിയിൽ ഷാഡോസ് ഒക്കെ ക്രഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഓവറോൾ ഈ ക്വാളിറ്റിയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കളേഴ്സ് ആണെങ്കിൽ നല്ലതാണ്. ഓവറോൾ ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഒരു 16,000-17,000 റുപ്പീസിന് വേണ്ട ഒരു നല്ല ഒരു ക്യാമറ ക്വാളിറ്റി ഇതിനകത്ത് ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ 50 മെഗാപിക്സൽ സോണി സെൻസർ വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നമുക്ക് 2x ഇൻ സെൻസർ സൂം ഉണ്ട്. അതിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്വാളിറ്റി നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ക്ലോസപ്പ് ഇമേജസ് എടുത്ത് നോക്കാം. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിൽ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനകത്ത് മാക്രോ സെൻസർ ഇല്ല. ഒബ്വിയസ്ലി അത് നല്ലൊരു വെൽക്കം മൂവ് ആണ്. 2 മെഗാപിക്സൽ മാക്രോ സെൻസർ കൊടുക്കണതിൽ ഒരു കാര്യമില്ല. പക്ഷേ ഈ ക്ലോസപ്പ് ഇമേജസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ഷാർപ്നെസ് ലെവൽസും ഓഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇഫക്റ്റും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു വിവിഡ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന നോർമൽ മോഡും റൈറ്റിൽ കാണുന്നത് വിവിഡ് മോഡാണ്. വിവിഡ് മോഡ് നിങ്ങൾക്ക് കാണാം, വളരെ റിച്ച് ആയ ടോൺസ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മേ ബി ആ വിവിഡ് മോഡ് ടേൺ ഓൺ ചെയ്യാം. പക്ഷേ നോർമൽ യൂസേജിൽ ഞാൻ പറയും റെഗുലർ മോഡായിരിക്കും നല്ലത്. ഇനി പോർട്രേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെയും നല്ല ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി സ്കിൻ ടോൺസ് ഒക്കെ ഉണ്ട്, വളരെ നാച്ചുറൽ ലുക്കിംഗ് സ്കിൻ ടോൺസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിൽ നല്ലതാണ്. എഡ്ജ് ഡിറ്റക്ഷൻ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ ചില കേസുകളിൽ ചെറിയ മിസ്സസ് ഉണ്ട്. പിന്നെ ഇൻഡോർ പോർട്രേറ്റ്സിൽ കുറച്ചൊരു റെഡിഷ് ടോൺ സ്കിന്നിന് വന്നിട്ടുണ്ട്. എന്നാലും ഏറെക്കുറെ കുഴപ്പമൊന്നുമില്ല, കംപ്ലയിൻസ് ഒന്നും പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ലൊരു നല്ലൊരു പോർട്രേറ്റ് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലോ ലൈറ്റിലേക്ക് പോകാം. അപ്പോൾ ലോ ലൈറ്റിൽ ഇൻഡോർ ലൈറ്റ്സിങ് ആദ്യം നോക്കാം. ഇൻഡോർ ലൈറ്റിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഷാർപ്നെസ് ലെവൽസ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രീം ലോ ലൈറ്റിൽ പോവുകയാണെങ്കിൽ നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡിലും ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഇമേജ് ക്വാളിറ്റി എന്ന് പറയുക, ചെറിയൊരു കോൺട്രാസ്റ്റി ഇമേജ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ട നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നോയ്സ് ലെവൽസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യാൻ നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ചും നല്ലതാണ്. എന്നാൽ വളരെ എക്സ്ട്രീം ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ സ്കൈ കളേഴ്സ് ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. എന്നാലും എനിക്ക് ആക്ച്വലി സർപ്രൈസിങ് അത്രയും നല്ലൊരു പെർഫോമൻസ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ തരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു സാറ്റിസ്ഫാക്ടറി റിസൾട്ടാണ് ലോ ലൈറ്റ് പെർഫോമൻസിലും നമുക്ക് നത്തിങ് CMF ഫോൺ 1 തരുന്നത്. ഇനി സെൽഫീസിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടെയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കിൻ ടോൺസ് ഉണ്ടല്ലേ, ഒരു ഭയങ്കര റെഡിഷ് ഒരു വൈറ്റനിങ് എഫക്റ്റ് മാതിരി എനിക്ക് തോന്നി. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് പ്രോബ്ലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെൽഫി പെർഫോമൻസ് എബോ ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എഗെയിൻ സെൽഫീസ് പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ട് എനിക്കറിയില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം. പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സെൽഫി പെർഫോമൻസ്. അതേപോലെ തന്നെ പോർട്രേറ്റ് സെൽഫീസും. ഇനി വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K 30 FPS ഉണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചറാണ്. അതായത് നല്ലൊരു സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ കണ്ടില്ല, നല്ല സ്റ്റേബിൾ ഫുട്ടേജ് ആണ്. അപ്പോൾ 15,000 to 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ക്യാമറ ഓപ്ഷൻ ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ തന്നെയാണ് 1080p 60 FPS ഫുട്ടേജും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും ഓഫർ ചെയ്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒബ്വിയസ്ലി ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഈ വീഡിയോ റെക്കോർഡിംഗ് CMF ഫോൺ 1 സെൽഫി ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. അവിടെ നമുക്ക് കിട്ടുന്നത് 1080p റെസൊല്യൂഷൻ അറ്റ് 30 and 60 FPS ആണ്. അപ്പോൾ ഇത് 60 FPS ഫുട്ടേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ അതേപോലെ തന്നെ വോയിസ് ക്ലാരിറ്റി എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഇതായിരുന്നു നത്തിങ്ങിൻ്റെ CMF ഫോൺ 1ൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എക്സെപ്റ്റ് സെൽഫി ക്യാമറ, ബാക്കി എല്ലാ പെർഫോമൻസും നല്ലൊരു ക്വാളിറ്റിയാണ്. ഈ സെഗ്മെൻറ്റ് വേണ്ട ഒരു പ്രത്യേകതകളും അതേപോലെ നല്ല ഡീറ്റെയിലിങ്ങും ഷാർപ്നെസ് ലെവൽസും എല്ലാം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സെൽഫി ക്യാമറ എനിക്ക് ഒരു അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ പ്രൈസ് സെഗ്മെൻറ്റ്, അതായത് 15,000 to 20,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതൊരു നല്ല ക്യാമറ ഓപ്ഷനാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നത്തിങ് ഇത്തവണ ക്യാമറ പെർഫോമൻസ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു നത്തിങ് CMF ഫണ്ടിൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.